യസ്യ സ്മരണമാത്രേണ ജ്ഞാനമുൽപത്യത്തെ സ്വയം ത്വേവ സർവസമ്പത്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുപരമ്പരയുടെ പാതാരവിന്ദങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ ആചാര്യന്മാർക്കും എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ ശ്രീനാരായണീയ ഭക്തർ മുന്നിൽ ഇവിടെ ഇരിക്കുന്നവർക്കും എൻ്റെ പ്രണാമങ്ങൾ. വിഷയം പറഞ്ഞിട്ടുണ്ട്, ആധ്യാത്മികം ലക്ഷ്യവും മാർഗവും. ആധ്യാത്മിക ശാസ്ത്രം എന്നാൽ മനസ്സിൻ്റെ ശാന്തിക്കുള്ള വഴികളാണ് അതിൽ നിർദ്ദേശിക്കുന്നത്. അതായത് പൂർണ്ണതയിലേക്കുള്ള ഒരു മാർഗമാണ്. അതാണ് അതിൻ്റെ നമ്മുടെ ജീവിത ലക്ഷ്യം. അതിനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചാൽ അത് ത്യാഗത്തിൻ്റേതാണ് എന്നാണ് മറുപടി. ത്യാഗേ നൈകേ അമൃതത്വമാനശുഹു. അവർ ഋഷിമാർ ത്യാഗത്തിലൂടെ അമരത്വം നേടി എന്ന് പറയുന്നു. അതായത് പൂർണ്ണതയിലെത്തി എന്ന് പറയുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ത്യാഗത്തിലൂടെ എന്ന് പറഞ്ഞു. അതെന്താണ്? ഉയർന്ന ആദർശത്തിനു വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ ത്യജിച്ചിരുന്നു. എന്തും ബാഹ്യമായി ത്യജിക്കാൻ എളുപ്പമാണ്, മനസ്സുകൊണ്ട് ത്യജിക്കാനാണ് പ്രയാസം. ശരീരം കൊണ്ട് ഏത് പ്രവൃത്തി ചെയ്താലും അതിന് പിറകിൽ മനസ്സുള്ളത് കൊണ്ടാണ് അത് കർമ്മമായി മാറുന്നത്. ഇനി ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ട് ചിന്ത ചെയ്താലും അത് കർമ്മമായി മാറും. കർമ്മം യോഗമാകാതെ അനുഷ്ഠിച്ചാൽ വാസനകൾ, ആഗ്രഹങ്ങളുണ്ടാകും. അത് കൂടുതൽ കൂടുതൽ കർമ്മബന്ധനത്തിലേക്ക് നയിക്കും. ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഈശ്വരൻ ഗുരുരൂപം എടുക്കുന്നത്. ഗുരു ബ്രഹ്മ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതായത് ഗുരു ശിഷ്യനിൽ ആത്മീയദാഹം ഉണർത്തുന്നു. അതുകൊണ്ട് ഗുരു ബ്രഹ്മാവാണ്. ശിഷ്യനിൽ വൈരാഗ്യം, വിരക്തി അത് നിലർത്തുന്നത് കൊണ്ട് ഗുരു വിഷ്ണുവാണ്. ശിഷ്യനിലെ ദുർവാസനകളെ ഭസ്മമാക്കുന്നത് കൊണ്ട് ഗുരു മഹേശ്വരനുമാണ്. ആധ്യാത്മികത്തിൽ ഏക ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഗുരു കൃപ മാത്രമാണ്. ഗുരുക്കന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ട് പോകാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ഇവിടെ നമ്മുടെ ലക്ഷ്യം പൂർണ്ണതയും അതിന് ഗുരുക്കന്മാർ കാണിച്ചു തന്ന മാർഗം ത്യാഗവുമാണ്. എൻ്റെ ആശ്രമജീവിതം തുടങ്ങിയ സമയത്ത് എൻ്റെ സേവന മേഖല ആദ്യം കിട്ടിയത് അട്ടപ്പാടിയായിരുന്നു. 154 ഊരുകളിലായിരുന്നു ജോലി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മതിയായി. അവിടുത്തെ പ്രയാസങ്ങളെല്ലാം കണ്ടിട്ട് എൻ്റെ സ്വസ്ഥതയെല്ലാം പോയി. ഞാൻ നേരെ തിരിച്ചു വന്നു. എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ ആശ്രമത്തിൽ നിന്നത് മനസ്സിന് ശാന്തി കിട്ടാനാണ്. ഈ പുറത്ത് പ്രവർത്തിക്കാൻ പോയപ്പോൾ എൻ്റെ ഉള്ള സമാധാനവും പോയി. അമ്മ ചോദിച്ചു, എന്താണ് നിൻ്റെ ലക്ഷ്യം? ഈശ്വര സാക്ഷാത്കാരം. അതിൽ കുറച്ച് എന്ത് പറയാനാണ്? ഉടൻ വന്നു അടുത്ത ചോദ്യം, എന്താണ് ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്? എനിക്കതെന്താന്ന് വലിയ പിടിയില്ലായിരുന്നു. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ അമ്മ പറഞ്ഞു തന്നു, ഈശ്വരനെ സാക്ഷാത്കരിച്ചാൽ ആ വ്യക്തി മറ്റോരോരുത്തരിലും ഈശ്വരനെ ദർശിക്കും. അതായത് സഹജീവികളിൽ ഈശ്വരനെ ദർശിക്കലാണ് ഈശ്വര സാക്ഷാത്കാരം. അപ്പോൾ വീണ്ടും തുടർന്നു, മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങൾ പങ്കിട്ട് ജീവിക്കാമെങ്കിൽ അതല്ലേ ശരിയായ ഈശ്വര സാധന. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. തുടർന്നുള്ള 30 വർഷങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മുഴുവൻ അലഞ്ഞു നടന്നു. മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങൾ പങ്കിട്ട് ജീവിക്കാമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഈശ്വര സാധന എന്നൊരു തിരിച്ചറിവായിരുന്നു. ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖമായി വരണം എന്ന ചിന്തയോടെ ജീവിച്ചാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ ഈശ്വര സാധന. ഏതായാലും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള സാധന എന്നത് ഹിമാലയത്തിലേക്കുള്ള ഒരു ഒളിച്ചോട്ടമല്ല, മനുഷ്യജീവിതത്തെ അറിയുക എന്നതാണെന്ന ഒരു തിരിച്ചറിവുണ്ടായി. ഇവിടെ ലക്ഷ്യവും മാർഗവും ഒന്നാകുന്നു. അതായത് ആധ്യാത്മികം ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാകരുത്. അത് നിസ്വാർത്ഥ സേവനത്തിലൂടെയും ത്യാഗത്തിലൂടെയും മുൻപോട്ടുള്ള പാതയാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അടുത്ത കാലത്ത്
ആശ്രമത്തിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ ടർക്കിയിൽ നിന്ന് വന്ന് മുസ്ലിം രാഷ്ട്രമാണ് വന്നിരുന്നു. അവർ പറഞ്ഞത് അവിടെ അവർ ആദ്യകാലങ്ങളിൽ അവർ ആരാധിച്ചിരുന്നത് ഉമൈ എന്ന് പറഞ്ഞൊരു ദേവിയായിരുന്നു. അവരുടെ മ്യൂസിയത്തിലുള്ള ധാരാളം ദേവതകളുടെ ശില്പങ്ങളുടെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. കാരണം മൗര്യ സാമ്രാജ്യം ടർക്കി വരെ നീണ്ടുകിടന്നിരുന്നു. അത് നമുക്ക് നഷ്ടപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ മഹാഭാരതത്തിൽ പറയുന്ന, നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്ന ഗാന്ധാര ദേശമാണ്. ഗാന്ധാരി അവിടുത്തെ രാജകുമാരിയായിരുന്നു. ശകുനി മാമ അവിടെ ഭരിച്ചിരുന്നു. ഇന്ന് അത് താലിബാൻ്റെ കയ്യിലാണ്. അതും നമുക്ക് നഷ്ടപ്പെട്ടു. മിഡിൽ ഈസ്റ്റ്, ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം ശിവലിംഗ പൂജകളായിരുന്നു. അതും നമുക്ക് നഷ്ടപ്പെട്ടു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അനവധി ക്ഷേത്രങ്ങളോടുകൂടി അവയും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു. നേപ്പാൾ അടുത്ത കാലം വരെയുള്ള ഏക ഹിന്ദു രാഷ്ട്രം അതായിരുന്നു. അതും നമ്മളുടെ കയ്യിൽ നിന്ന് പോയി. ചൈന ഒരുമിച്ച് കിടന്നിരുന്ന ഒരു ഭൂഭാഗം പോലെയാണ് ചരിത്രം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ധാരാളം മഹാത്മാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള 13 രാഷ്ട്രങ്ങൾ രാജരാജ ചോഴൻ ഭരിച്ചിരുന്നതായിരുന്നു. കൊറിയ, തായ്ലൻഡ്, ജപ്പാൻ, ഇവിടെയൊക്കെ അവരുടെ മഹാഭാരതവും രാമായണവും എല്ലാം ഉണ്ടായിരുന്നു. റഷ്യ ഈ വിപ്ലവം വരുന്നത് വരെ അവരും വിവിധ ദേവതകളെ ആരാധിച്ചിരുന്നു. ആ മന്ത്രങ്ങൾ ഇന്നും നിലനിർത്തുന്നുണ്ട്. എനിക്കൊരു റഷ്യൻ ഗുരുവിനെ അറിയാം. എല്ലാ വർഷവും അയാൾ നമ്മുടെ ആശ്രമത്തിൽ വരാറുണ്ട്. ഒരു കൂട്ടം ശിഷ്യന്മാരുമായിട്ട് വരാറുണ്ട്. അവർ പറയുന്നത് അവർ ആ മന്ത്രങ്ങൾ ഇന്നും നിലനിർത്തുന്നു എന്നാണ്. അത് ആചരിച്ചു വരുന്നു. ആസ്ട്രേലിയയിലെ ആദിവാസികളെ നേരിട്ട് കണ്ടിരുന്നു. അവർ മേല് മുഴുവൻ ഭസ്മം പൂശുന്നത് പോലെ അവർ ഭസ്മധാരണം ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ റെഡ് ഇന്ത്യക്കാർ അവരുടെ സമ്പ്രദായമായിട്ടും ധാരാളം സാമ്യം നമുക്കുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോകം മുഴുവനും മതം എന്നത് മനുഷ്യൻ ചിന്തിച്ചത് ഏകദേശം ഒരേ തത്വങ്ങൾ തന്നെയാണ്. നമ്മളതിന് സനാതനധർമ്മം എന്ന് പറയാം. ഇന്ന് ഈ സനാതനധർമ്മം ചുരുങ്ങി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക് മാത്രമായി മാറി. ഇവിടെയും ഈ ധർമ്മത്തിന് ഭീഷണി വരുമ്പോൾ ഈ ഹിന്ദു എങ്ങോട്ട് പോകും? നമ്മുടെ രാഷ്ട്രീയവും മതവും സംസ്കാരവും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. നമുക്കിതെല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ സംസ്കാരം ഉൾക്കൊള്ളണം, പഠിക്കണം, അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത്. ഇന്ന് അതിൻ്റെ 92 ആ തീർത്ഥാടനം ആരംഭിക്കുകയാണ്. ഗുരുമന്ദിരങ്ങൾ ഗുരുതത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാവുന്ന വേദികളാക്കി മാറ്റണം. അതാവണം നമ്മുടെ ലക്ഷ്യവും മാർഗവും. അതിന് നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നമഃശിവായ.